പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം കഴിഞ്ഞ 17 ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസം അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോൾ മുതലുള്ള അപ്ഡേറ്റുകൾ വത്തിക്കാൻ പുറത്തുവിട്ടുകൊണ്ടിരുന്നു. കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപ് വത്തിക്കാൻ അറിയിച്ചതനുസരിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യനില പുരോഗതിയിലായി. അദ്ദേഹം ഈ കത്ത് മുഖാന്തരം വിശ്വാസികളെ അഭിസംബോധന ചെയ്തു. അങ്ങനെ ഒരു സന്തോഷം നൽകുന്ന വിവരങ്ങളായിരുന്നു മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വത്തിക്കാൻ കഴിഞ്ഞ 2 ദിവസം മുൻപ് പുറത്തുവിട്ടത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരമാണ്. 2 തവണ അദ്ദേഹത്തിന് ശ്വാസതടസ്സമുണ്ടായി എന്നാണ് വത്തിക്കാൻ ഏറ്റവും ഒടുവിലായി അറിയിച്ചിരിക്കുന്നത്. കൃത്രിമ ശ്വാസം നൽകുന്നത് തുടരുകയാണ്. സാധ്യമായ എല്ലാ പരിചരണവും നൽകുന്നുണ്ടെന്ന് ഡോക്ടർമാരും പറയുന്നു. അപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗൗതമാണ് നമുക്കൊപ്പം ചേർന്നത്. ഗൗതം, ഗുഡ് മോർണിംഗ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള 130 കോടി ജനത അവർ പ്രാർത്ഥനയിലായിരുന്നു. വത്തിക്കാൻ അറിയിച്ചതനുസരിച്ച്, ഏറ്റവും ഒടുവിലായി അറിയിച്ചതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കകൾ നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് വേണ്ടി നിലവിലും പ്രാർത്ഥനയിലാണ് വിശ്വാസി സമൂഹം. എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്? ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്ന് പ്രതീക്ഷിക്കാം. ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും അത്തരമൊരു മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളും കാത്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ പനി ബാധയിൽ കുറവ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വെന്റിലേറ്ററിൽ അദ്ദേഹം വൈകുന്നേരം മുതൽ വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത് മാറ്റിയിട്ടുണ്ടെന്നും ഇപ്പോൾ ശ്വാസമെടുക്കാൻ കഴിയുന്നുണ്ട് എന്ന തരത്തിലുള്ള പ്രതീക്ഷാ നിർഭരമായ വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഇന്ന് ഒരു 10 മണിയോടുകൂടി തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ ലഭ്യമാകുകയും ചെയ്യും. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാകാൻ തുടങ്ങുന്നത്. നമുക്കറിയാം, അദ്ദേഹം ചികിത്സയിൽ ആകിയ ഫെബ്രുവരി 14 മുതൽ അദ്ദേഹത്തിൻ്റെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളാണ് ഏറ്റവും സങ്കീർണമായി നിലനിൽക്കുന്നത്. അതിലുണ്ടാകുന്ന വേരിയേഷൻസ്, അതിൻ്റെ മാറ്റം, ഉണ്ടാകുന്ന അണുബാധയുടെ തോത് എന്നതനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ വലിയ തരത്തിലുള്ള സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. സേതു സൂചിപ്പിച്ച പോലെ തന്നെ ന്യൂമോണിയ ബാധയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമുണ്ടായിരുന്നത്. എന്നാൽ ആ ന്യൂമോണിയ ബാധയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം നിലവിൽ ന്യൂമോണിയ ബാധ പുതുതായി ഉണ്ടായിട്ടില്ല. നേരത്തെ ഉണ്ടായതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്ന ഒരു കുറിപ്പൊക്കെ പുറത്തുവിട്ടത്. എന്നാൽ ഇന്നലെ വൈകുന്നേരം സംഭവിച്ചത് അദ്ദേഹത്തിന് ശ്വാസം എടുക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ടായി. അദ്ദേഹത്തിൻ്റെ കഫക്കെട്ട് വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിലാണ് എൻഡോബ്രോക്കിയൽ മ്യൂക്കസ് ഡെപ്പോസിറ്റ് കൂടി എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഫക്കെട്ട് കൂടിയത് കൊണ്ടാണ് ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിന് ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായത്. തുടർന്ന് പനിയുണ്ടായിരുന്നു. എന്നാൽ അതൊരു ന്യൂമോണിയ ബാധയിലേക്ക് പോകും എന്നൊരു സാഹചര്യം നിലനിന്നിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്, വത്തിക്കാനിൽ നിന്നുള്ള മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ആ ന്യൂമോണിയ ബാധ പുതുതായി ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ കഫക്കെട്ട്, അതുമൂലമുണ്ടായ പനി അത് കുറഞ്ഞിട്ടുണ്ട്. ഒപ്പം വെന്റിലേറ്റർ സഹായത്തിൽ നിന്നും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്ത് 2 തവണയാണ് അദ്ദേഹത്തിന് ശ്വാസതടസ്സം ഉണ്ടായത്. ഒരു ആസ്മ അറ്റാക്കിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്ക് സങ്കീർണമാകുന്ന സാഹചര്യമെന്ന് രാത്രിയോടുകൂടി തന്നെ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നെങ്കിലും ഇപ്പോൾ പ്രതീക്ഷാ നിർഭരമായി തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ സേതു സൂചിപ്പിച്ച പോലെ തന്നെ ഈ മെഡിക്കൽ ബുള്ളറ്റിനാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരിക ആ മെഡിക്കൽ ബുള്ളറ്റിനിലായിരിക്കും. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം നേരത്തെയും സങ്കീർണമായ സാഹചര്യങ്ങളിൽ നിന്നും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ആരോഗ്യനില വീണ്ടെടുത്തുകൊണ്ട് ലോകത്തെ മുഴുവൻ അഭിസംബോധന ചെയ്യും. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഒപ്പം ഗൗതം, ലോകമെമ്പാടുമുള്ള 130 കോടി ജനങ്ങൾ പോപ്പ് ഫ്രാൻസിസിന് വേണ്ടി കഴിഞ്ഞ 17 ദിവസമായി പ്രാർത്ഥനയിലാണ്. ആ വിശ്വാസി സമൂഹത്തെ അദ്ദേഹം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമൂഹത്തോട് അദ്ദേഹം നന്ദിയും ഒക്കെ അറിയിച്ചതാണ്. എത്രയും വേഗം ആരോഗ്യനില പൂർവ്വസ്ഥിതിയിൽ വീണ്ടെടുത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം.